നമസ്കാരം. ഗാനസദന സ്കൂൾ ഓഫ് മ്യൂസിക്കിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം, ഒരു നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ശ്രോതാവ് എന്നോട് വിളിച്ചു ചോദിച്ചു, സാറേ, ഞാൻ ഒരു 3 മാസത്തോളമായി സംഗീതം പഠിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇതുവരെ എന്നെ കീർത്തനങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഈ കീർത്തനം പഠിക്കാൻ നമുക്ക് എത്ര നാൾ പഠിക്കണം, അല്ലെങ്കിൽ സംഗീതം എത്ര നാൾ പഠിക്കണം? ഇതുവരെ കീർത്തനങ്ങളൊന്നും ആയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എവിടം വരെ പഠിച്ച്? അത് കുറച്ച് സ്വരങ്ങളെ ഇപ്പം എന്നെ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ്, പഠിപ്പിക്കുന്ന സാറ് അതിൻ്റെ ക്രമം അനുസരിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അല്ലാണ്ട് അത് എത്ര നാൾ പഠിപ്പിക്കണം, അല്ലെങ്കിൽ എത്ര നാൾ പഠിക്കണം ഒരു കീർത്തനാകാൻ എന്ന് നമുക്ക് ഇപ്പം പറയാൻ പറ്റിയല്ല. അപ്പോൾ പറഞ്ഞു, എന്നാലും നമുക്ക് കുറേ ഇതിനൊരു ഇതില്ലേ, പിന്നെ ഒരു പരിധിയില്ലേ, ഒരു സമയമില്ലേ. പിന്നെ ഞാനത് ഞാൻ എന്താ അവരോട് പറയുന്നത്. അപ്പം ഞാനപ്പോൾ ഓർത്ത്, ഇതുപോലുള്ള സംശയം കൊണ്ട് ഒത്തിരി പേരുണ്ടാവും. അല്ലെങ്കിൽ ഒത്തിരി പേരൻസ് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ടാവും, അവരുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയുള്ളൊരു സംശയങ്ങളും, പഠിക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും ഇങ്ങനൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ നിങ്ങളോട് ഈ സംസാരിക്കാൻ തന്നെ ഇതിൻ്റെ കാരണം. നിങ്ങൾ ആദ്യം നമ്മൾ സംഗീതം പഠിക്കാൻ തുടങ്ങുന്നതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമുക്കൊരു പാട്ട് പാടാൻ കഴിവുള്ള ഒരാളാണല്ലോ, അല്ലെങ്കിൽ ഒരു കുട്ടി ആയിക്കട്ടെ, അതിന് പാടാനുള്ള കഴിവുണ്ടായിട്ടാണല്ലോ അതിൻ്റെ പേരൻസ് കൊണ്ട് ഒരു ഗുരുവിൻ്റെ അരിയെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് ആക്കണത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മളിപ്പോൾ വലിയ മുതിർന്നവരാണേലും അവർക്ക് പാട്ട് പാടാനൊരു കഴിവുണ്ടായിട്ടാണ് ഇതിൽ സംഗീതം പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം അവർക്ക് വരുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെ പഠിക്കുന്നു എന്നുള്ളത് ഒരു മുഖ്യമായ ഘടകമാണ്. എവിടെ പഠിക്കുന്നു, അത് ആരുടെ അടുത്ത് പഠിക്കുന്നു, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന് മുഖ്യമായ ഘടകമാണ്. അതൊക്കെ നിങ്ങൾ സ്വയം തീരുമാനിച്ച് നല്ല ഒരു ഗുരുവിൻ്റെ അരിയെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പഠിക്കുക. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴത്തേക്കുള്ള വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഗ്രൂപ്പായിട്ടാണ് ക്ലാസ് എടുക്കണമെങ്കിൽ അത് പല സ്കെയിലായിരിക്കും. കാരണം അവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. എല്ലാം ഗ്രൂപ്പായിട്ട് ഇരുത്തി പഠിപ്പിക്കുമ്പം അതിൽ 5 വയസ്സുള്ള കുട്ടിയുണ്ടാവും, 15 വയസ്സുള്ള കുട്ടിയുണ്ടാവും, പിന്നെ 40 വയസ്സുള്ള മുതിർന്നവരുണ്ടാവും, അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരുണ്ടാവും. ഇവർക്കൊക്കെ കോമൺ ആയിട്ടൊരു ശ്രുതി ഇട്ടേച്ച് അവർക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം ഓരോ ആൾക്കാരുടെ ബേസിക്കായിട്ട് ഇപ്പോൾ ഒരു കുട്ടി, ഒരു 5 വയസ്സ് അല്ലെങ്കിൽ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെ നമ്മൾ അതിനെ പഠിപ്പിക്കണം എന്നുള്ളത് അതിൻ്റേതായ ആ ടാലൻറ്റ് നോക്കി നമുക്ക് ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഓരോ പരിമിതികളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ഓരോ പരിമിതികളുണ്ട്. പക്ഷേ നമുക്ക് പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നു. ഒരു സംഗീതം പഠിക്കണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ അരിയെ നമ്മൾ ദക്ഷിണ വെച്ച് നമ്മൾ ആ ഗുരുവിനെ മാത്രം നമ്മൾ ഫോളോ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആ സിസ്റ്റങ്ങളൊക്കെ പോയി. അപ്പം ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മൾ സംഗീതം പഠിക്കാൻ തുടങ്ങി കഴിയുമ്പം ഇതിന് ഒരു ബേസിക് പാഠങ്ങളുണ്ട്. ആ ബേസിക് പാഠങ്ങൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ പഠിച്ചേ പറ്റൂ. അതിന് ഇപ്പം താളങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ വരിശകൾ, ആ വരിശകൾ 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം ആ വരിശകൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സരളി വരിശ പഠിച്ചു. സരളി വരിശ ജസ്റ്റ് അങ്ങ് പാടിപ്പോയിട്ട് കാര്യമില്ല. ആ സരളി വരിശ പഠിക്കുന്നത് അത് ബേസിക്കാണ്. സ്വരങ്ങളുടെ ആ സ്ഥാനം ഉറയ്ക്കുകയും നമുക്ക് അവിടം തൊട്ടാണ്. ഇപ്പം നമ്മൾ സംഗീതത്തിൻ്റെ എത്ര വലിയ ഉന്നതി ചെന്നാലും ഇവിടുത്തെ ഈ ബേസിക്കാണ് നമുക്ക് അവിടെ അന്നേരം പ്രയോജനപ്പെടുന്നത്. ഇവിടുന്ന് എങ്ങനെ കറക്റ്റായി പോകുന്നു അവിടെ അതനുസരിച്ചായിരിക്കും നമ്മുടെ ടോപ്പിൽ നമുക്ക് വരുന്ന ഗുണങ്ങൾ. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഈ ബേസിക് പാഠങ്ങൾ, അല്ലെങ്കിൽ സരളി വരിശ, മധ്യസ്ഥ വരിശ, കീഴ്സ്ഥ വരിശ, മേൽസ്ഥ വരിശ, ഇങ്ങനെ ജണ്ട വരിശ, ദ്വാട്ട വരിശ, വക്രദാട്ട വരിശ, ഇങ്ങനെ വരിശകളൊക്കെ ഉണ്ട്. ഈ വരിശകളൊക്കെ നിങ്ങൾ അനായാസം താളമിട്ട് 1, 2, 3-ാം കാലങ്ങളിൽ
അല്ലെങ്കിൽ 4 കാലങ്ങളിൽ അനായാസം പഠിക്കുകയും അത് ഹമ്മിങ് ചെയ്ത് പഠിക്കും. അത്ര നമുക്ക് ഇപ്പോൾ പഠിക്കുമ്പോൾ അത്ര സുഖകരമായ ഒരു അവസ്ഥയല്ല, അത് സത്യമാണ്. പക്ഷേ പഠിക്കണം എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ പഠിപ്പിക്കുന്ന ഗുരു പറയുന്നതനുസരിച്ച് നമ്മൾ അനായാസം നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയും നന്നായിട്ട് ബൈഹാർട്ടാക്കി പഠിക്കുകയും ചെയ്യണം. നമ്മൾ നോക്കി പാടുന്നതിനെ കഴിഞ്ഞും നമുക്ക് ഏറ്റവും ഗുണം നമുക്ക് ബൈഹാർട്ടാക്കി പഠിക്കുന്നതായിരിക്കും. കാരണം നോക്കി പാടുമ്പം നമ്മൾ അതേ ശ്രദ്ധിക്കുമ്പം താളത്തിൻ്റെ കണക്ഷൻ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. രണ്ടാമത് ശ്രുതി നമ്മളിൽ നിന്ന് വിടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ബൈഹാർട്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ കറക്റ്റ് ശ്രദ്ധയിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ നാവിൽ കൂടെ അത് തന്നെ വന്നോളും. അപ്പോൾ ശ്രുതി കറക്റ്റായിരിക്കും, താളം കറക്റ്റായിരിക്കും, സ്വരജ്ഞാനം കറക്റ്റായിരിക്കും. ഇങ്ങനെ എല്ലാ ഘടകങ്ങളും അവിടെ കറക്റ്റായി വരും. അത് കഴിഞ്ഞ് ഇത് വന്നു കഴിഞ്ഞ് പിന്നെ അലങ്കാരങ്ങളെക്കുറിച്ച്, താളത്തെക്കുറിച്ച് ഒരു പഠനമുണ്ട്, അത് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഗീതങ്ങൾ പഠിച്ച് സ്വരജതി, ജതിസ്വരങ്ങൾ, വർണ്ണം, പിന്നെ ധരുവർണ്ണം, പദവർണ്ണം, പിന്നെ ലക്ഷണഗീതം എന്ന് പറഞ്ഞാൽ ഒരു ഗീതമുണ്ട്. ഇങ്ങനെ ഈ ഘടകങ്ങളെല്ലാം വളരെ അനായാസം. ഇപ്പം നിങ്ങൾ അതിൻ്റെ നമ്പേഴ്സൊക്കെ എത്ര പഠിക്കണം, അല്ലെങ്കിൽ എത്രണ്ണം അതുകൂടെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കുന്നവരുടെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരുടെ ഓരോ താല്പര്യം ചെയ്യും. പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിപ്പിക്കാൻ ഏത് ഗുരുവും താല്പര്യപ്പെടും. നമ്മൾ പഠിക്കുന്ന ഒരു ആളുടെ മനസ്ഥിതിയാണ്. കാരണം പഠിപ്പിക്കുന്നവരെ ചൂഷണം ചെയ്യണം. അത് കാരണം ആ പഠിക്കേണ്ട കുട്ടികൾക്കാണ് ആവശ്യം. അപ്പം നമ്മളത് എങ്ങനെ കഷ്ടപ്പെട്ട് അവരെ ചൂഷണം ചെയ്ത് നിങ്ങൾ വേറെ ധരിക്കരുത് കേട്ടോ. ചൂഷണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം ഏത് സമയം ചോദിച്ചും പഠിച്ചും നമുക്ക് എനിക്ക് പഠിക്കണം സാറേ എന്ന് പറഞ്ഞ് നമുക്ക് ആ പുറകെ നിന്ന് തന്നെ നമ്മൾ ആ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കണം. അല്ലാണ്ട് ചൂഷണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ശ്രോതാക്കൾ വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ച് നിങ്ങൾ അതിന് കമൻറ്റൊന്നും ഇടേണ്ട കാര്യമില്ല. അതാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പം അന്നേരം ആരും നന്നായി പഠിപ്പിക്കുന്നവരാരും ഒരു നല്ലൊരു ഗുരുവാണെങ്കിൽ അത് നന്നായിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കും. ഇത് കഴിഞ്ഞാണ് ഈ കീർത്തനത്തിലേക്കൊക്കെ വരുന്നത്. കീർത്തനം എന്നൊരു സെക്ഷൻ നമ്മൾ പഠിക്കുക എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള. ഇപ്പം ആൾക്കാർ ഞാൻ ഒരു മാസം പഠിച്ചു, എന്നിട്ട് നമുക്ക് കീർത്തനം, അല്ലെങ്കിൽ 2 മാസം. കീർത്തനം ആർക്കും പഠിക്കാം. അതിപ്പം പാടാൻ കഴിവുള്ള ഏത് ആൾക്കും ഒരു കീർത്തനം നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അതുപോലെ അങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി, ആ കീർത്തനം പാടാം. പക്ഷേ ഈ വരിശകൾ, ഇതുപോലെ വരിശകളും സംഗീതത്തിൻ്റെ ബേസിക് പാഠങ്ങൾ ഒരു കാരണവശാലും പഠിച്ചിരിക്കുകയില്ല. എത്ര നന്നായിട്ട് പാടുന്നവരാണ് ശരി, അതൊരിക്കലും പഠിച്ചിരിക്കില്ല. കാരണം അവനെ അതോടുകൂടി ആ ക്ഷമയോടുകൂടി ആ പറയുന്ന രീതികളെല്ലാം ഫോളോ ചെയ്യല. പറയാൻ മനസ്സിലായോ? അപ്പം ഫോളോ ചെയ്യണമെങ്കിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ആരാണല്ലോ മുതിർന്ന ഒരാളും അത് ബേസിക്കായിട്ട് അതിന് അടിസ്ഥാനപരമായിട്ട് ഈ താളമിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ശ്രുതി പിടിച്ച് നന്നായിട്ട് ഓരോന്ന് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഹമ്മിങ് അകാരകാരങ്ങളെല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു പാട്ടിൻ്റെ അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും രാഗത്തിൻ്റെ ഓരോരോ സ്വഭാവങ്ങളെക്കുറിച്ചും വർണ്ണം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഒരു രാഗം പഠിക്കുക എന്നുള്ള അതിൻ്റെ അർത്ഥം. ആ രാഗത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ആ വർണ്ണം. അപ്പോൾ നമുക്ക് വർണ്ണം എന്തേരം വെള്ളം നമുക്ക് പഠിക്കാം. ഒരു കീർത്തനം നമുക്ക് അത്രയും പഠിക്കണമെന്നില്ല എന്നുള്ളതല്ല. നമുക്കൊരു കീർത്തനത്തെ കഴിഞ്ഞ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു വർണ്ണത്തിനാണ്. നമുക്ക് എന്തേരം വർണ്ണം പഠിക്കണോ അതനുസരിച്ച് നമ്മൾ നോളജ് ഉണ്ടാക്കുക. അപ്പോൾ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകാരം ഇകാരം ഉകാരം ഇങ്ങനെയെല്ലാം ഏറ്റവും കൂടുതൽ പിന്നെ സംഗതികൾ വീഴുന്നത് വർണ്ണത്തിലാണ്. രാഗഭാവം ഉണ്ടാക്കുന്നത് വർണ്ണമാണ്. അരാഭാവമൊക്കെ നമുക്ക് മനസ്സിലാകുന്നതൊക്കെ വർണ്ണത്തിലാണ്. അപ്പോൾ വർണ്ണം പഠിക്കാൻ അത്ര രസമല്ല, പഠിക്കാൻ അത്ര ഈസിയുമല്ല. അതുകൊണ്ട് ഈ 1-2 വർണ്ണം പഠിപ്പിക്കുന്നവരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും 2-3 വർണ്ണം എന്ന് പക്ഷേ പഠിച്ചിട്ട് അല്ലെങ്കിൽ വർണ്ണം വരെ ആയി എന്നുള്ളൊരു കടമ നിർവഹിച്ച് നേരെ കീർത്തനത്തിലേക്ക് പോകും. കീർത്തനാകുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ കേട്ട് പരിചയമുള്ള ഒത്തിരി കീർത്തനങ്ങളുണ്ടല്ലോ. ആ കീർത്തനത്തെ ചെന്ന് കഴിഞ്ഞിട്ടും നമ്മൾ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു സംഗീത കച്ചേരി അല്ലെങ്കിൽ സംഗീത സദസ്സ് നടത്തുമ്പോഴാണ് നമുക്ക് ആ പറ്റുന്ന തകർച്ച മനസ്സിലാകുന്നത്. കാരണം നമുക്ക് മനോർമ്മ സംഗീതം ഉണ്ടാകുന്നില്ല. മനോർമ്മ സംഗീതം എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് നന്നായിട്ട് പഠിച്ചു പോയി ഒരു ഗീതം തുടങ്ങണം മുമ്പ് തന്നെ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനോർമ്മ സംഗീതം പാടാനുള്ള ഒരു കഴിവ് കിട്ടിയിരിക്കും. കാരണം ആ രീതിയിലാണ് പഠിക്കണമെങ്കിൽ ആ ഗീതം തുടങ്ങണം മുമ്പ് തന്നെ ആ പാടാനുള്ളൊരു കഴിവ് കിട്ടും. മനോർമ്മ സംഗീതം എന്ന് പറഞ്ഞാൽ അത് 2ാം കാലം 4ാം കാലത്തിലൊന്നുമല്ല. അത് ആ ഒരു മായാമളകുകളാണ് അല്ലെങ്കിൽ ശങ്കരാഭരണം ആണെങ്കിൽ
ആ ഒരു കഴിവ് അന്നേരം അവർക്ക് പതുക്കെ പതുക്കെ പാടാനുള്ള ഇപ്പം പായവളാണെങ്കിൽ സ രേ ഗ മ പ മ ദ പ ഗ മ സ രേ ഗ രേ സ, ഇതുപോലെ നി ദ പ പ ദ മ പ മ ഗ മ സ രേ ഗ രേ, ഇങ്ങനെ ചെറുതായിട്ട് അവർക്ക് പാടാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഭവമാണ്, കുട്ടികൾ ആയാലും മുതിർന്നവരായാലും ആദ്യമേ ശ്രദ്ധിക്കണം. നമ്മളൊരു വർണ്ണം അല്ല ഒരു രാഗം പഠിച്ചു. ഇപ്പം നമ്മൾ പ്രാഥമിക പാഠങ്ങളെല്ലാം മായാമംഗള രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ പുതിയ ഒരു രാഗം പഠിക്കുക, മലഹരി ആയിക്കോട്ടെ അല്ലെങ്കിൽ ശങ്കരാഭരണം ആയിക്കോട്ടെ. ഈ വരിശകൾ നേരെ ആ രാഗത്തിലേക്ക് മാറ്റി പാടി നോക്കണം. ആ രാഗത്തിലേക്ക് മാറ്റി പാടി നോക്കുമ്പോഴത്തേക്കുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്വരങ്ങളുടെ വ്യത്യാസം, നമ്മൾ ആദ്യം പഠിച്ച മായാമളകുള്ള രാഗമാകുമ്പോഴത്തേക്കും അതിൻ്റെ ശുദ്ധരിഷഭം, അന്തരകാന്തര, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കാകലിനിഷ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് ശങ്കരാഭരണത്തിലേക്ക് മാറ്റുമ്പം, ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ശങ്കരാഭരണം പഠിക്കുന്നത്, ഈ വരിശകൾ നേരെ ശങ്കരാഭരണത്തിലേക്ക് മാറ്റി നമ്മൾ പാടി നോക്കണം. പാടി നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി പ്ലാൻ കിട്ടും. ഇപ്പം നമ്മൾ സരേ 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 ഗ മ എന്ന് പഠിച്ച സരേ 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 ഗ സരേ 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 ഗ മ, ഇങ്ങനെ ഒരു ആ ഋഷഭത്തിൻ്റെ ആ ചേഞ്ച് അന്നേരം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പം ഈ രീതിയിൽ ഈ എല്ലാ വരിശകളും ഈ രീതിയിലേക്ക് നേരെ തിരിച്ച് പാടി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നന്നായിട്ടുള്ള ഒരു സംഗതി കേട്ട് കഴിഞ്ഞാൽ അത് ഏത് സ്വരമാണ്, അത് ഇപ്പം ചതുർസ്വരമാണോ, ശുദ്ധമാണോ, മാധ്യമം, എന്ത് സ്വരമായിക്കട്ടെ, ആ സ്വരം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അന്നേരം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ബേസിക്കായിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് നിങ്ങൾ, അപ്പം ഇങ്ങനെ പഠിക്കുമ്പം ആദ്യം പഠിക്കുമ്പോഴാണ് ശകലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അത് കഴിയുമ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് പഠിക്കും തോറും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എളുപ്പമായി വരും. അല്ലാണ്ട് നമുക്ക് എന്നും അത് വിഷമമായിട്ട് നിൽക്കുകയല്ല. അത് നമ്മൾ പഠിക്കും തോറും അത് നമുക്ക് ഈസി ആയിട്ട് പതുക്കെ നമ്മളിലേക്ക് വഴങ്ങി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കണം. അല്ലാണ്ട് 2 മാസമോ 3 മാസമോ 4 മാസമോ പഠിച്ചിട്ട് കീർത്തനായി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു മാസമല്ല കണക്ക് കൂട്ടണ്ടേ, നമ്മൾ പഠനമാണ് നോക്കണ്ടേ. അതിന് നമ്മളെ മാസം കണക്ക് കൂട്ടിയോ വർഷം കണക്ക് കൂട്ടിയോ ഒന്നുമല്ല സംഗീതം പഠിക്കാൻ പറ്റത്തില്ല. കാരണം സംഗീതത്തിന് ഒരു കാരണവശാലും ഇത്ര വർഷം പഠിച്ചാൽ തീരും, അല്ലെങ്കിൽ ഇത്ര മാസം പഠിച്ചാൽ തീരും, അല്ലെങ്കിൽ ഇത്ര ദിവസം പഠിച്ചാൽ തീരും എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഒരു രാഗം തന്നെ നമുക്ക് എത്ര നാൾ പഠിച്ചാലും തീരില്ല. അതിന് പാടുന്നോറും അതിൻ്റെ ഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ എന്തൊക്കെയോ രാഗത്തിൻ്റെ ഏതൊക്കെയോ വശങ്ങൾ നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നു എന്നുള്ളേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്ന രാഗങ്ങളുടെ ഓരോ വശങ്ങൾ, ഓരോ ഭാഗങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നു എന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും പഠിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേട്ടും ഈ രീതി നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ഗായകൻ അല്ലെങ്കിൽ ഗായികയാകാൻ സാധിക്കും. ഇനി ഇതുപോലുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. എന്നെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.